ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. തദ്ദേശ നിർമ്മിത ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഭീകരകേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈനികരെ മൻ കി ബാത്തിൽ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 19-ന്. കരുത്താർജിച്ച് കാലവർഷം. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. മീൻപിടുത്തത്തിന് വിലക്ക്. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരള തീരത്തെ ചരക്കു കപ്പൽ അപകടം വിലയിരുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം. എണ്ണപ്പാട വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരങ്ങളിൽ അതീവ ജാഗ്രത. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾക്ക് പാരീസിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. തദ്ദേശ നിർമ്മിത ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഭീകരകേന്ദ്രങ്ങൾ കൃത്യതയോടെ തകർത്ത ഇന്ത്യൻ സൈനികരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും ഭീകരവാദം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ഓപ്പറേഷൻ സിന്ദൂർ ആഗോളതലത്തിൽ പുതിയ ആത്മവിശ്വാസവും ആവേശവും നൽകി. രാജ്യത്ത് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ശ്രീ മോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആയുർവേദവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുമായി ഇന്നലെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. പഞ്ചസാരയുടെ ഉപഭോഗത്തെക്കുറിച്ച് കുട്ടികളിൽ അവബോധം വളർത്താൻ CBSE ആരംഭിച്ച ഷുഗർ ബോർഡ് സംരംഭം കുട്ടികളിൽ ആരോഗ്യകരമായ ജീവിതശീലങ്ങൾ വളർത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തേൻ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ഇന്ത്യ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയതായും രാജ്യത്തെ തേൻ ഉൽപ്പാദനത്തിൽ 60% വർധനയുണ്ടായതായും ശ്രീ മോദി വ്യക്തമാക്കി. 20 मई को वर्ल्ड बी डे मनाया गया. पिछले 11 वर्षों में मधुमक्खी पालन में भारत में एक स्वीट रिवॉल्यूशन हुआ है. हम हनी प्रोडक्शन और एक्सपोर्ट में दुनिया के अग्रणी देशों में आ चुके हैं. इस पॉजिटिव इम्पैक्ट में राष्ट्रीय मधुमक्खी पालन और शहद मिशन की बड़ी भूमिका है. മാവോയിസത്തിനെതിരായ കൂട്ടായ പോരാട്ടത്തിന്റെ ഫലമായി മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമായതായി പ്രധാനമന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച യോഗ ആന്ധ്ര പദ്ധതിയെക്കുറിച്ച് പരാമർശിച്ച ശ്രീ മോദി അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിശാഖപട്ടണത്ത് നടക്കുന്ന യോഗാ ദിന പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചു. കേരളത്തിലെ നിലമ്പൂർ ഉൾപ്പെടെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളത്തിന് പുറമെ ഗുജറാത്തിലെ 2, പഞ്ചാബ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 1 വീതവും നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ജൂൺ 19-ന് വോട്ടെടുപ്പ് നടക്കും. 23-നാണ് വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. അടുത്ത മാസം 2 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. കേരളത്തിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശവും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും മാറ്റമില്ല. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ ജഗാത് ഖാനയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വൻ നാശനഷ്ടം. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസം കോയമ്പത്തൂർ, നീലഗിരി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ തൂത്തുക്കുടി, രാമേശ്വരം ജില്ലകളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് ഇന്നലെ രാത്രി 11:30-നും ഇന്ന് പുലർച്ചെ 4-നും ഇടയിൽ പുറപ്പെടേണ്ടിയിരുന്ന ഏകദേശം 49 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇതിൽ 17 അന്താരാഷ്ട്ര സർവീസുകളും ഉൾപ്പെടുന്നു. ചരക്കു കപ്പലായ MSC എൽസ 3 കേരള തീരത്ത് മുങ്ങിയ സംഭവത്തിൽ കേരള ചീഫ് സെക്രട്ടറി A. ജയതിലകിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എണ്ണപ്പാട കേരള തീരത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. പരിസ്ഥിതിക്കും പൊതുജന സുരക്ഷയ്ക്കും മത്സ്യബന്ധന മേഖലയുടെ താൽപര്യങ്ങൾക്കും മുൻഗണന നൽകി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതായി യോഗം അറിയിച്ചു.
തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെ പൂർണ്ണമായും മുങ്ങിയ കപ്പലിൽ നിന്ന് ഏകദേശം 100 കണ്ടെയ്നറുകൾ കടലിൽ വീണതായാണ് വിലയിരുത്തൽ. എല്ലാ ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കപ്പലിലെ ഇന്ധനമായ എണ്ണ ചോർന്നതിനാൽ പരിസ്ഥിതി മലിനീകരണ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. തീരസംരക്ഷണ സേനാ കപ്പലുകളും ഡോണിയർ വിമാനവും ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ദ്രുത പ്രതികരണ സംഘങ്ങൾ വിവിധ ജില്ലകളിൽ സജ്ജമാണ്. ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ എത്താനാണ് സാധ്യത കൂടുതൽ. കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. തീരത്ത് അപൂർവ വസ്തുക്കൾ, കണ്ടെയ്നറുകൾ എന്നിവ കണ്ടാൽ 200 മീറ്റർ അകലം പാലിക്കണം. 112 എന്ന നമ്പറിൽ വിവരം അറിയിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബ്രസീലിൽ നാളെ ആരംഭിക്കുന്ന ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യൻ സംഘത്തെ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് നയിക്കും. ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലെത്തും. ദാഹോദിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റ് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഏകദേശം 24,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ശ്രീ മോദി തുടക്കം കുറിക്കും. വൈകിട്ട് ഭുജിൽ 53,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ സമാരംഭിക്കും. ചൊവ്വാഴ്ച ഗാന്ധിനഗറിൽ ഗുജറാത്ത് നഗര വളർച്ചാ ഗാഥയുടെ 20ാം വാർഷികാഘോഷങ്ങളിലും ശ്രീ മോദി പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരായി രാജ്യത്തിന്റെ ഏകീകൃതവും അചഞ്ചലവുമായ നിലപാട് ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ വിദേശ സന്ദർശനം തുടരുന്നു. ഈ നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായി നാളെ മുതൽ 2 ദിവസം ഇന്ത്യൻ സംഘം കുവൈറ്റ് സന്ദർശിക്കും. പാർലമെന്റ് അംഗം ശ്രീ ബൈജയന്ത് ജയ് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുവൈറ്റിലെത്തുക. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസ് ഈ മാസം 29-ന് അവസാനിക്കും. ഇതുവരെ 20 വിമാനങ്ങളാണ് ഹജ്ജ് യാത്രികരുമായി ജിദ്ദയിലേക്ക് പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഈ മാസം 11-ന് ആരംഭിച്ച ഹജ്ജ് സർവീസിൽ 20 വിമാനങ്ങളിലായി 3,397 തീർത്ഥാടകരാണ് ഇതുവരെ കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇതിൽ 2,132 സ്ത്രീകളും 1,265 പുരുഷന്മാരുമാണ്. ഇന്നലെ 2 വിമാനങ്ങളിലായി 339 പേർ ജിദ്ദയിലേക്ക് പോയി. ഇന്ന് പുലർച്ചെ 1 മണിക്ക് 170ഓളം യാത്രക്കാരുമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെട്ടത്. ഇനി 7 വിമാനങ്ങളിലായി 1000ഓളം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടും. ജൂൺ 30-നാണ് തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിക്കുക. മദീനയിൽ നിന്ന് ജൂലൈ 10 വരെ മടക്ക സർവീസ് കണ്ണൂരിൽ ുണ്ടാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കൃത്യസമയത്ത് പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾക്ക് പാരീസിൽ തുടക്കമായി. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, യുകി ഭാംബ്രി, N ശ്രീറാം ബാലാജി, ഋത്വിക് ചൌധരി ബൊള്ളിപ്പള്ളി എന്നിവർ പുരുഷ ഡബിൾസിൽ മത്സരിക്കും. 100ാം കിരീടമെന്ന നാഴികക്കല്ലിൽ ഇതിഹാസ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച്. ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട നേട്ടത്തോടെയാണ് സെർബിയയുടെ ഈ 38-കാരൻ ചരിത്രം കുറിച്ചത്. ജിമ്മി കോണേഴ്സും റോജർ ഫെഡററുമാണ് ഇതിനു മുൻപ് 100 കിരീടമെന്ന നേട്ടം സ്വന്തമാക്കിയത്. ക്വാലാലംപൂരിൽ നടന്ന മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യയുടെ കിദാംബി ശ്രീകാന്തിന് തോൽവി. പുരുഷ സിംഗിൾസിൽ ലോക 4ാം നമ്പർ താരം ചൈനയുടെ ഷി ഫെങ് ലിയോട് 21-11, 21-9 എന്ന സ്കോറിനാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 83 റൺസ് ജയം. 2ാം മത്സരത്തിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. NDA മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും ഏകദിന സമ്മേളനം ന്യൂഡൽഹിയിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ നിർമ്മിത ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈനികരെ മൻ കി ബാത്തിൽ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 19-ന്. കരുത്താർജിച്ച് കാലവർഷം. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം. മീൻപിടുത്തത്തിന് വിലക്ക്. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരള തീരത്തെ ചരക്കു കപ്പൽ അപകടം വിലയിരുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം. എണ്ണപ്പാട വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരങ്ങളിൽ അതീവ ജാഗ്രത.
ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾക്ക് പാരീസിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.